ആമേൻ ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, നന്മ കണ്ട കണ്ണുകൾ കാണാൻ കണ്ടു, നന്മ ചൊന്ന നാവുകൾ കാണാൻ പോകി, തിന്മ ചൊന്ന നാവുകൾ തിന്മ കണ്ട കണ്ണുകൾ പാതി വഴിയിൽ വീണുടഞ്ഞു. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, സംഖ്യയുടെ പുസ്തകം 14-ാം അധ്യായം 7-8 വാക്യങ്ങൾ. ജോഷുവയും കാലബും ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, ഞങ്ങൾ ഉറ്റുനോക്കാൻ പോയ ദേശമുണ്ടല്ലോ, ഞങ്ങൾ ചെന്ന് കണ്ട ദേശമുണ്ടല്ലോ, അത് അതിവിശിഷ്ടമാണ്. ദൈവം നമ്മിൽ സംപ്രീതനാണെങ്കിൽ കർത്താവ് നമ്മളെ അങ്ങോട്ട് നയിക്കുകയും തേനും പാലും ഒഴുകുന്ന ദേശം നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ സന്ദർഭം കൂടെ അറിയണം. സംഖ്യയുടെ പുസ്തകം 13-ാം അധ്യായം മുഴുവൻ 12 പേരെ അയച്ചതിനെക്കുറിച്ചാണ്. ഈ ദേശത്തെ ഉറ്റുനോക്കാൻ, കാനാൻ എങ്ങനെ ഉണ്ടെന്ന് അറിയണം, കണ്ടറിയണം. 12 പേരെ അയച്ചു. 10 പേരും വന്നിട്ട് പറഞ്ഞു, ആ മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ വെട്ടിലുകളെ പോലെ, അവർ നമ്മളെ തിന്നുകളയും, അവർ നമ്മളെ നശിപ്പിച്ച് കളയും, നമുക്കവർ ജയിക്കാൻ പറ്റത്തില്ല. എല്ലാം തിന്മ പറഞ്ഞു, തിന്മ കണ്ടു, എല്ലാം ദോഷൈകമായി കണ്ടു. തിന്മ കണ്ട ഒരാളും കാനാനിലെത്തിയില്ല. നന്മ പറഞ്ഞ, നന്മ പ്രത്യാശിച്ച, നന്മയുണ്ടാകുമെന്ന് പ്രത്യാശിച്ച കാലബും ജോഷുവയും അവിടെ കാലുകുത്തുകയും ചെയ്തു. നന്മയുള്ള കണ്ണുകൾ നമ്മിലേക്ക് പ്രത്യാശ വിതയ്ക്കും. അത് കാലുകളാണ്. നന്മയുള്ള കണ്ണുകൾ കാലുകളാണ്. ആ കാലുകൾ കൊണ്ട് നമ്മൾ നടന്ന് കാനാൻ ദേശം കാണും. നമ്മൾ കാനാൻ ദേശം കാണുന്നില്ലെങ്കിൽ, കണ്ണിൽ തന്നെ കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരർത്ഥം നമ്മുടെ കണ്ണുകൾ തിന്മയുള്ള കാലുകളായി നമ്മളെ തിന്മയിലേക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ടാണ്. കർത്താവിൻ്റെ കരുണയിൽ കണ്ണുകളെ ശുദ്ധീകരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. 60 വയസ്സിന് മുകളിലുള്ളവർക്ക് ജീവിതത്തെ ഒന്നുകൂടെ കാണാനും അപഗ്രഥിക്കാനും പഠിക്കാനും ഒന്ന് തിരഞ്ഞെടുക്കാൻ, നന്മയും സന്തോഷവും തിരഞ്ഞെടുത്ത് ജയിക്കാനുള്ള അവസരമാണ് സീനിയർ സിറ്റിസൺ ധ്യാനം. ചങ്ങനാശ്ശേരി അതിരൂപത ഒരുക്കുന്ന ഈ മനോഹരമായ ശുശ്രൂഷ ജൂലൈ 19, 20, 21, 22 തീയതികളിലാണ്. വളരെ സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ ബുക്ക് ചെയ്ത് കൂടെ ആയിരിക്കുക. ആമേൻ. നന്മ കണ്ട കണ്ണുകൾ കാണാൻ കണ്ടു, നന്മ ചൊന്ന നാവുകൾ കാണാൻ പോകി, തിന്മ ചൊന്ന നാവുകൾ തിന്മ കണ്ട കണ്ണുകൾ പാതി വഴിയിൽ വീണുടഞ്ഞു. മനമേ നല്ലതു പ്രത്യാശിച്ചാൽ നല്ലത് നീയും കണ്ടിടും, ദൈവരാജ്യത്തിൽ പ്രവേശിക്കും.